ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന ജോസ്. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് അഹമ്മദാബാദിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലറും സബർമതി ആശ്രമം സന്ദർശിച്ചു. അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിലും ഇരുവരും സംബന്ധിച്ചു. ഇന്ത്യ ജർമ്മനി തന്ത്രപരമായ പങ്കാളിത്തത്തിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-N1 ISRO ഇന്ന് വിക്ഷേപിച്ചു. വിക്ഷേപണത്തിന്റെ 4ാം ഘട്ടത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയതായി ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശകലനം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ 1ാം വിക്ഷേപണത്തറയിൽ നിന്ന് രാവിലെ 10:17 വിക്ഷേപണം. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണമാണിത്. കേരളത്തിൽ SIRമായി ബന്ധപ്പെട്ട് VIP പ്രവാസി വോട്ടർമാർക്ക് നേരിട്ട് ഹിയറിംഗിന് ഹാജരാകാതെ തന്നെ രേഖകൾ സമർപ്പിച്ച് വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കാമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. രേഖകളുടെ കാര്യത്തിൽ തൃപ്തരെങ്കിൽ നടപടി പൂർത്തിയാക്കാനുള്ള അധികാരം ERO AEROമാരിൽ നിക്ഷിപ്തമാണ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 3000 യുവ പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. കേരളത്തിൽ നിന്ന് 60 അംഗ സംഘമാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ദേശീയ യുവജന ദിനം. ആത്മീയ നേതാവും തത്വചിന്തകനുമായ സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. സ്വയം ജ്വലിക്കുക, ലോകത്തെ സ്വാധീനിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയിലെ യുവശക്തിക്ക് പ്രചോദനത്തിന്റെ ശക്തമായ ഉറവിടമാണ് സ്വാമി വിവേകാനന്ദനെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്ഥാനാർത്ഥിയുടെ നിര്യാണത്തെ തുടർന്ന് പ്രത്യേക തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 3 വാർഡുകളിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം, മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം വാർഡ്, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ എന്നിവിടങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ നടക്കും. കേരളത്തിൽ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരത്തിന് സംസ്ഥാന വ്യാപകമായി ഇന്ന് തുടക്കം. 12,000-ഓളം സ്കൂളുകളിലും 1,200-ലധികം കോളേജുകളിലും നടക്കുന്ന ക്വിസ് മത്സരത്തിൽ 5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന ജില്ലയ്ക്ക് ലഭിക്കുന്ന സ്വർണ്ണക്കപ്പ് ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി തൃശൂരിൽ തിരിച്ചെത്തി. ഇന്ന് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ എത്തുന്ന സ്വർണ്ണക്കപ്പ് വടക്കാഞ്ചേരി സബ് ട്രഷറിയിൽ സൂക്ഷിക്കും. അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡിസിയിൽ നടക്കുന്ന G7 ക്രിട്ടിക്കൽ മിനറൽസ് മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പങ്കെടുക്കും. തന്ത്രപ്രധാനമായ വിഭവങ്ങളുടെ ആഗോള വിതരണ ശൃംഖല സുരക്ഷിതമാക്കുക എന്നതാണ് യോഗത്തിന്റെ ലക്ഷ്യം. വികസിത ഭാരതം എന്ന ദർശനം കൈവരിക്കുന്നതിന് നിർണായക ധാതുക്കളുടെ സുരക്ഷിത വിതരണ ശൃംഖലകൾ അനിവാര്യമാണെന്ന് ശ്രീ വൈഷ്ണവ് സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. മകരവിളക്കിന് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങൾ അടങ്ങിയ പേടകങ്ങൾ ഇന്ന് പുലർച്ചെ സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് ദർശനത്തിനായി വെച്ചു. തിരുവാഭരണ ദർശനത്തിനായി ഭക്തരുടെ വലിയ തിരക്കാണ് പന്തളത്ത് അനുഭവപ്പെടുന്നത്. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ശബരിമലയിലേക്ക് പുറപ്പെടും. ഘോഷയാത്രയോടനുബന്ധിച്ച് പന്തളം നഗരസഭാ പരിധിയിൽ ജില്ലാ കളക്ടർ ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് കുന്നമംഗലം മുറിയനാലിന് സമീപം കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. പിക്കപ്പ് ഡ്രൈവർ വയനാട് സ്വദേശി ഷമീറും കാർ യാത്രക്കാരായ 2 പേരുമാണ് മരിച്ചത്. കേരള കേന്ദ്ര സർവകലാശാല, നാഷണൽ സർവീസ് സ്കീം സെൽ കേരള, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ NSS വോളണ്ടിയർമാർക്കായി സംഘടിപ്പിക്കുന്ന പ്രത്യേക ദുരന്ത നിവാരണ പരിശീലന പരിപാടിക്ക് കാസർഗോഡ് തുടക്കമായി. 7 ദിവസത്തെ ക്യാമ്പ് അക്കാദമിക് ഡീൻ പ്രൊഫസർ ജോസഫ് കോയിപ്പള്ളി കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ന്യൂസിലൻഡ് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ന്യൂസിലൻഡിനെ 4 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. ഗുജറാത്തിലെ വഡോദരയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ന്യൂസിലൻഡ് ഉയർത്തിയ 301 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 49 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 306 റൺസ് നേടി. രോഹിത് ശർമ്മ 26 റൺസും വിരാട് കോഹ്ലി 93 റൺസും ശുഭ്മാൻ ഗിൽ 56 റൺസും നേടി. 2ാം ഏകദിനം മറ്റന്നാൾ രാജ്കോട്ടിലും 3ാമത്തെയും അവസാനത്തെയും മത്സരം ഈ മാസം 18-ന് ഇൻഡോറിലും നടക്കും. റഷ്യ യുക്രൈൻ സംഘർഷം ചർച്ച ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.